പ്രിയ യൗവനമേ, ഇമോഷണൽ ഷോക്ക് ആൻഡ് ഇമോഷണൽ പ്രഷർ നമ്മുടെ ശത്രു നമ്മുടെ ജീവിതത്തെ പ്രൊസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റിനെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ക്രൈസ്റ്റ് കൾച്ചറും ഷെക്കിന ചാനലും നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് കടന്നു വരിക ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഡോർവേയായി യൗവനങ്ങളെ തകർക്കുന്ന ഈ ഒരു പ്രശ്നത്തിലേക്കാണ്. ഇമോഷണൽ ഷോക്ക്. ഓർക്കുക, നമ്മുടെ ശത്രു ഒരു വലിയ സ്ട്രാറ്റജിസ്റ്റാണ്. 2 Corinthians 2:11 ബൈബിള് പറയുക, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരല്ലല്ലോ എന്ന് വെച്ചാൽ അവൻ ഓരോ മൊമെൻറ്റവും നമ്മൾക്കെതിരെ, ഓരോ മൂവ്മെൻറ്റും നമ്മൾക്കെതിരെ അവൻ ഉപയോഗിക്കാൻ ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്നു. അലറുന്ന സിംഹത്തെ പോലെ തന്നെ. ഇവിടെ ദൈവജനമേ, നമ്മുടെ ഈ വീക്കസ്റ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് പ്ലേസ്, വീക്കസ്റ്റ് ടൈം അവൻ ചൂസ് ചെയ്യും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ. ഇമോഷണലി നമ്മൾ തകർന്നാൽ, ബേസ്റ്റായാൽ, ഷോക്ക്ഡ് ആണെങ്കിൽ, ഇമോഷണൽ വൂൺസിലൂടെ അകത്ത് കയറുന്ന നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ അകത്ത് നമ്മൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ഓർക്കുക, മൈൻഡ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുക ഏറ്റവും വലിയ ഒരു ഡോർവേയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് അതിക്രൂരവും കഠിനവുമാണ്. നമ്മൾക്ക് പ്രതിരോധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾക്കൊന്നൊരുങ്ങാം. ഹല്ലേലൂയ. ഇമോഷണൽ ബസ്റ്റ്, ഷോക്ക് ആൻഡ് പ്രഷർ സൈറ്റൻ്റെ ഏറ്റവും ഈസിയും ഇമ്പോർട്ടൻ്റ് ഡോർവേയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു കാലം എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഇൻസിഡൻറ്റ്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന പെൺകുട്ടി, കോളേജിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിലുള്ള ഒരു ഫൈനൽ എക്സാം, ഓൾമോസ്റ്റ് ആ ഒരു ടൈം പീരീഡൊക്കെ ആയപ്പോൾ ഈ പെൺകുട്ടി അധികം ആരോടും കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഏതായാലും എക്സാമിന് ഇവൾ കടന്നു വരികയാണ്. നല്ലതുപോലെ ക്ലാസ്സിലെ ടോപ്പ് ലെവൽ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൺകുട്ടി. അന്ന് ഇൻവിജിലേഷനിൽ കോയിൻസിഡൻ്റായി ആ ക്ലാസ് റൂമിൽ ഞാൻ തന്നെ. അവിടെ വച്ച് ഈ പെൺകുട്ടിയെ എനിക്ക് ക്യാച്ച് ചെയ്യേണ്ടി വന്നു ഒരു പ്രത്യേക കാര്യത്തിന്. ഇവൾ ഒരു ആൻസർ കോപ്പി അടിക്കുകയാണ്. കംപ്ലീറ്റ് പേപ്പറുകൾ, എക്സ്ട്രാ പേപ്പറുകൾ ഇവൾ ബോഡിയിൽ പല ഭാഗങ്ങളായി എടുത്തു വച്ചിരിക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റി റിപ്പോർട്ടിലേക്ക് പോകേണ്ട ഒരു ടൈം പീരീഡ്. അവിടുന്ന് കിട്ടിയ റിക്വസ്റ്റ്, വുഡ് വാസ് എ റീസൺ, വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഈ പെൺകുട്ടിക്ക് കൊടുക്കാം. ഒരു സ്റ്റാഫ് റൂമിൽ ഈ പെൺകുട്ടി മുഖത്ത് നോക്കി ഒരല്പം പോലും കരയാതെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇമോഷണലി അവൾ ഒരു കഠിന ഹൃദയത്തോടെ നോക്കി നിന്നു. ഏതോ ഒരു സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു? നിനക്കെന്തു പറ്റി? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവൾ ദൂരേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് അവൾ ഇങ്ങനൊരു വാക്യം പറഞ്ഞു, സർ, എൻ്റെ പപ്പ മെൻ്റലി സിക്കായി കഴിഞ്ഞു. വീട് മുഴുവൻ വയലൻ്റ് നേച്ചറുമായി പപ്പ എനിക്ക് പഠിക്കാൻ അവസരം പോലും തരുന്നില്ല. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും സർ? ഈ എക്സാമിനോട് ഞാൻ ഫെയിലറായാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിലുണ്ടായ ഒരു പ്രഷർ, അൺഎക്സ്പെക്റ്റഡ് ഒരു ഇൻസിഡൻറ്റ് ഇവളുടെ ലൈഫിൽ ഇമോഷണൽ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ഇവൾ കരിയർ തന്നെ നഷ്ടമാക്കുന്ന ഒരു ടൈം. പിന്നീട് അവളെ അതിൻ്റെ റീതിങ്കിങ്ങിന് വിടുകയും യൂണിവേഴ്സിറ്റിയിൽ അവൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന രീതിയിൽ അവളെ ദൈവം അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും
ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു വൂണ്ട് ആത്മീയ ലോകത്ത് ഒരു പ്രീച്ചറായി വന്ന സമയത്ത് എന്നെ ഈ ഇൻസിഡൻറ്റ് ഒത്തിരി ആത്മീയ ലോകത്ത് ഒത്തിരി പേരെ സഹായിക്കുവാൻ കാരണമാക്കി. രണ്ടാമത്തേത് ഒരു ബോയാണ്. വീട്ടിൽ മുഴുവൻ പ്രഷർ, ഡ്രഗ്സ് ആൻഡ് അഡിക്ഷൻ, ആൽക്കഹോളിക്, കിട്ടുന്ന ആഹാരം കഴിക്കും, കഠിനമായ വണ്ണം. അപ്പനും അമ്മയും മടുത്തു, ഫെഡ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ, ഫെഡ് അപ്പ് വിത്ത് ദിസ് പേഴ്സണാലിറ്റി. അങ്ങനെ മടുത്ത സാഹചര്യം ഇവനുമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കൊരവസരമുണ്ടായി. ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല, ഒരു മരച്ച അവസ്ഥ. ജോലിക്ക് പോകണമെന്നില്ല, പഠിച്ചത് എവിടെയോ ഉപേക്ഷിച്ചു, വീട്ടുകാർക്കൊന്നും വേണ്ട, ഇവനൊന്ന് നേരെയായാൽ മതി. അങ്ങനെ ഞാൻ ഇവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം ഞാൻ കാണുന്നത് ഒരു ഡെഡ് ബോഡി. ഞാൻ ഇവനോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ ആരാണ് മരിച്ചു പോയത്? അത്രയും സമയം ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാതിരുന്ന അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവൻ റെസ്പോണ്ട് ചെയ്തു, മൈ ഓൺ ബ്രദർ, മൈ ഡിയർ ബ്രദർ, എൻ്റെ സ്വന്തം സഹോദരൻ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മരിച്ചത്? അവൻ പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചേട്ടനായിരുന്നു. ഒരു ദിവസം വീട്ടിലെല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കര മിടുക്കനായ അവനൊരു ബാക്ക് ആക്സിഡൻറ്റിൽ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ്. അതിനുശേഷം വീട്ടുകാർ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്തു. എന്നാൽ ഈ മരിച്ച ബ്രദറിൻ്റെ അനുജനിൽ നിന്ന് അപ്പനും അമ്മയും പ്രതീക്ഷിച്ചത് കഠിനമായ അല്ലെങ്കിൽ സിമിലറായ ചേട്ടൻ്റെ മാനറിസംസ് ഒക്കെയാണ്. എന്നാൽ ഇവന് ഈ എക്സ്പെക്റ്റേഷൻ റീച്ച് ചെയ്യാൻ പറ്റാതെ കൂട്ടുകാരും ലൈഫുമായി ഇവൻ്റെ ജീവിതത്തിൽ നാശങ്ങളിലേക്ക് ഇവൻ കടന്നുപോയി. കഴിഞ്ഞ നാളിൽ വേറൊരു പെൺകുട്ടി, അവളുടെ കാലുകളും കൈകളും ഒക്കെ മുറിച്ച് അവൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് ഓഫ് മൈസെൽഫ്. ഞാൻ അവളോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അവൾ പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയില്ല. മറ്റൊന്നുമായിരുന്നില്ല കാരണം. നല്ല ഒരു ഫാമിലിയിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ, ഡിവോഴ്സിൻ്റെ സ്റ്റേജിലേക്ക് നീങ്ങുന്ന സമയം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ പെൺകുട്ടി ലൈഫിൽ അവൾ മടുത്തു. ഇമോഷണലി ബേസ്റ്റ് ആകുന്ന ചില സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ആകും. Efesos 4:27. സൈറ്റന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. ഒരു ലൂപ്പ് ഹോൾ, ഒരു പാത്വേ, ഒരു ഡോർവേ കൊടുത്താൽ അവൻ എൻട്രി ചെയ്യും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇമോഷണൽ ബ്രേക്കപ്പും ഇമോഷണൽ വൂൺസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇമ്പാക്ട്സ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ചില മാതാപിതാക്കൾ വളരെയധികം വിഷമിക്കുന്നു. കുഞ്ഞിനോട് എന്ത് ചോദിച്ചാലും റിയാക്ഷനാണ്, കഠിന ദേഷ്യം. അവൻ വയലൻ്റ് ആകുന്നു, തല കൊണ്ട് ഭിത്തിയിലിടിക്കുന്നു, ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു, കൊടുക്കുന്ന ആഹാരം തള്ളി മാറ്റുന്നു, പാത്രങ്ങൾ തള്ളിപ്പൊട്ടിക്കുന്നു, കൺട്രോളില്ലാത്ത ആങ്കർ, വയലൻ്റ് നേച്ചർ, ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ. ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക, അവൻ അല്ലെങ്കിൽ അവൾ എവിടെയോ ബാസ്റ്റാണ്, എവിടെയോ എൻ്റെ ഇമോഷണൽ പുറത്തു വന്നു കഴിഞ്ഞു. അതിന് കാരണം എന്തെന്ന് കണ്ടെത്തി അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് വളരും, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തതായി അത് നമ്മളിൽ നിന്ന് പാസ് ചെയ്യും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ചിലരാകട്ടെ കഠിനമായ മരവിപ്പിലാണ്. പഠിക്കാൻ ഇഷ്ടമില്ല, ഉറങ്ങണമെന്നുള്ള തോന്നലില്ല, കഴിക്കണമെന്ന് ആഗ്രഹമില്ല, എല്ലാത്തിനോടും ഒരു മരവിപ്പ്. ചോദ്യം ചോദിച്ചാൽ മാത്രം ഉത്തരം. നല്ലതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം തൊട്ട് ആരോട് കമ്മ്യൂണിക്കേഷനില്ല, റൂമിലിരിക്കുന്നു, വേറെ ഒന്നുമില്ല, വേറൊരു തരത്തിലുള്ള ഉഴപ്പില്ല. ചിലർ മൊബൈലിലേക്ക് പോകുന്നു, അഡിക്ഷനാകുന്നു. മറ്റു ചിലരാകട്ടെ ചില ഫിലിമും അവരുടെ റൂമിലും എഴുന്നേക്കാൻ പറ്റാതെ ഓവർ ലേസിയായി, ഓവർ സ്ലീപ്പി ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ
എവിടെയോ ബ്രേക്കാണ് എന്ന് ചിന്തിക്കുക. മറ്റു ചിലരാകട്ടെ എപ്പോഴും സിക്കായിരിക്കും. തലവേദന വരുന്നു, അത് മാറുന്നു, പനി വരുന്നു, കോൾഡ് വരുന്നു, അങ്ങനെ ശരീരം മുഴുവൻ രോഗത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചില ഇമോഷണൽ വൂണ്ടുകൾ ഉണ്ടെങ്കിൽ അവ ശ്രദ്ധിച്ച് അവ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് റീസൺ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ജോലിയിലുണ്ടാകുന്ന നഷ്ടം ഇമോഷണലി തകർക്കും. ഒരു സേഫ് ലൈനിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് ജോബിലുണ്ടാകുന്ന ഒരു ക്രാക്ക് അറിയില്ല, പയ്യെ പയ്യെ ഇമോഷണലി സ്ട്രെസ് എടുത്ത് വൂണ്ടഡായി ഈ ആള് ഒരു ഡിമോണിക് ഫോഴ്സിന് നിന്നുകൊടുത്ത് റിയാക്ഷൻ തുടങ്ങും. മറ്റു ചിലരാകട്ടെ ഓവർവെൽമിങ് ഡ്യൂട്ടീസ്, ജോലിയിൽ ജോലി ചെയ്യണം, എന്നാൽ ജോലി മാത്രമായി ഒരു വർക്കഹോളിസം എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അതും നിങ്ങളെ തകർക്കും. യു നീഡ് സ്ലീപ്പ്, ഉറക്കം, ജീവിതത്തിൽ ചില ഹെയ്റ്റിൻ്റെ നടുവിലുള്ള വോക്ക്, നമ്മുടെ സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ സീനിയർ അതോറിറ്റിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഓവർ പ്രഷർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർക്കും. ചില സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരു റെസ്റ്റില്ലാത്ത ലൈഫ്, ഓവർവെൽമിങ് ഡ്യൂട്ടീസ്. ചിലപ്പോൾ NRI ആയ ഹസ്ബൻഡ്, അതുമല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി, ലേസിയായ ഹസ്ബൻഡ്, ജീവിത പങ്കാളി, അത് ആണുമാകാം പെണ്ണുമാകാം. നിങ്ങളുടെ തലയിൽ ഇലക്ട്രിസിറ്റി ബില്ല് തൊട്ട് വീടിൻ്റെ റെൻറ്റ് തൊട്ട് ചെറിയ കാര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ ഓവർ ഡ്യൂട്ടീസ് ഇൻ യുവർ ലൈഫ് നിങ്ങളെ ഇമോഷണലി തകർക്കുവാൻ കാരണമാകും. അല്ലയോ യൗവനമേ, ഇതുപോലെ ലൈഫിനെ തകർക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യപ്പെടുക. കാരണമില്ലാത്ത ചില റിലേഷൻഷിപ്പ്, അതിൻ്റെ ബ്രേക്ക്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇമോഷണലി തകർക്കുവാൻ കാരണമാകും. നിങ്ങൾ ചീറ്റഡായാൽ, നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫ് ഒരാൾ മിസ്യൂസ് ചെയ്താൽ, അത് ചില നേക്കഡ് ഫോട്ടോസ്, ചില സൈബർ സെക്സ്, അതുമല്ലെങ്കിൽ കാരണമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് നോ പറയാൻ പറ്റാതെ നിങ്ങളുടെ ബോഡിയിലുണ്ടായ ഒരു അറ്റാക്ക് ഇമോഷണലി നിങ്ങളെ ബെസ്റ്റ് ആക്കിക്കും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നില്ലാത്ത സ്റ്റേജുകൾ വന്നാലും നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ പ്രോബ്ലംസ് ആകും. അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, ഡിവോഴ്സസ്, അതുമല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും മിസ്സിങ്, നിങ്ങളുടെ മമ്മിയുടെയോ പപ്പയുടെയോ സിക്നസ്, അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എല്ലാം തന്നെ ഇമോഷണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ പോയിന്റ്, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ആരെ ഒബ്സർവ് ചെയ്യണം? നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ നിങ്ങളിൽ കണ്ണുവെക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിങ്ങളെ വായിക്കണം. ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് നമുക്കറിയാം. ബൈബിൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നത് ചോദ്യമാവില്ല. എന്നാൽ അടുത്ത ചോദ്യം, ബൈബിൾ നിങ്ങളെ വായിക്കാറുണ്ടോ? ബൈബിൾ വായിച്ചു വായിച്ചു വായിച്ച് ഒരു ദിവസം തൊട്ട് ബൈബിൾ നിങ്ങളെ തിരിച്ചു വായിക്കും. അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുക. യാക്കോബ് അതിനെ പറയുക മിറർ എന്നാണ്. ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നിങ്ങൾ ദൈവവചനത്തിൽ നോക്കണം. എവിടെയാണ് പ്രോബ്ലം ഉണ്ടായത്? അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഇൻ യുവർ ലൈഫ്, ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർവെൽമിങ് ഡ്യൂട്ടീസ്, അതുമല്ലെങ്കിൽ ബ്രോക്കൺനെസ്, റിജക്ഷൻസ്, ഹേറ്റ്രഡ്, ജലസ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രോഗിയാക്കാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, ഒബ്സർവ് ചെയ്യുക. ഏതാണ് ഇൻസിഡൻ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പ്രോഗ്രാമിനോടൊപ്പം
നിങ്ങൾ ബൈബിൾ എടുത്തു വെച്ച് ഒന്ന് ഏതെങ്കിലും ഭാഗമൊന്ന് വായിച്ചതിന് ശേഷം നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കുത്തി പല പല പോയിന്റ് ഇട്ടിട്ടാണ് ഗ്രാഫ് വരയ്ക്കുക. പ്രിയപ്പെട്ട മക്കളെ, ചില ഇൻസിഡൻറ്റുകളെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആകുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് റീസണും, രണ്ട് അതിൻ്റെ ഫ്രൂട്ടും. ഞാൻ ഇങ്ങനെ പറയും, ഒന്ന് റൂട്ടും അതിൻ്റെ ഫ്രൂട്ടും. റൂട്ടുകൾ ഏതെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ ഫ്രൂട്ട്സ് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ചിലർ അവരുടെ ആബ്സൻസാണ് അവരുടെ പ്രസൻസിനേക്കാൾ നല്ലതെന്ന് തോന്നും. ഇമോഷണൽ ബേസ്ഡ് ഉള്ളവരുടെ ലൈഫാണ്. ഇമോഷണൽ ബേസ്ഡ് ആയാൽ, ഇമോഷണലി വൂണ്ടഡ് ആയാൽ സിക്കാകും. കാരണം നമ്മുടെ ഇമോഷൻസ് മുഴുവൻ ഹോർമോണിലാണ് നിൽക്കുക. ഹോർമോൺ മുഴുവൻ നമ്മുടെ കെമിക്കൽ സിസ്റ്റത്തിലാണ് നിൽക്കുക. കെമിക്കലി ചേഞ്ച് വരും, ഹോർമോണിൽ ചേഞ്ച് വരും. അവിടുന്ന് അങ്ങോട്ട് ഇമോഷനിലുണ്ടാകുന്ന താളം തെറ്റലുകൾ അപ്പ് ആൻഡ് ഡൗൺ ആയി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഒബ്സർവ് ചെയ്യുക. കഠിനമായ ദേഷ്യം നിൻ്റെ മേലുണ്ടോ? നീ കഠിനമായി വയലൻ്റ് ആകുന്നുണ്ടോ? വീട്ടിൽ നീ ഒരു സിംഹത്തെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടോ? നിൻ്റെ കൂട്ടുകാരുടെ നടുവിൽ നീ വല്ലാത്തൊരു ബിഹേവിയർ പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് പുഞ്ചിരിക്കുവാൻ നിൻ്റെ ചുണ്ടിന് ശക്തിയില്ലേ? ഉറപ്പായും നീ വൂണ്ടഡാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. രണ്ട്, എവിടം തൊട്ടാണ് ഈ പ്രോബ്ലം തുടങ്ങിയത്? ആ പെൺകുട്ടി, ആ ബോയ്, അതൊക്കെയാകാം. ഏത് റീസണും എടുത്ത് ദൈവത്തിന് മുന്നിൽ വിട്ടുകൊടുക്കുക. നമ്മൾക്കുണ്ടായ സിൻഫുൾ പാറ്റേൺ ആണ് ഇതിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കുക. ചിലർ പെർഫെക്ഷനിസ്റ്റാണ്, ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്താൽ നമ്മൾക്ക് മതിൽ ചാടാൻ പറ്റും. ദൈവമില്ലാതെ ചാടുന്ന മതിലുകൾക്കെല്ലാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റില്ല, അതുമല്ലെങ്കിൽ നിങ്ങൾ പരിക്കേൽക്കും, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെരുവഴിയിലാകും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഇന്നത്തെ ദിവസം ഒബ്സർവ് ചെയ്ത് ഈ രണ്ട് ആംഗിളും എടുക്കുക. ഒന്ന് റൂട്ട് എടുക്കുക, രണ്ട് ഫ്രൂട്ട്സ് എടുക്കുക. ഫ്രൂട്ടുകൾ കിട്ടിയാൽ ഉറപ്പാണ് റൂട്ട് കിട്ടാൻ. പനിയുള്ള ഒരാളുടെ ദേഹത്ത് തൊട്ട്, ദേഹത്ത് ചൂടുണ്ടല്ലോ, ബോഡി പെയിൻ ഉണ്ടോ, കോൾഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും അവന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, ഇമോഷണലി ഇൻഫെക്റ്റഡ് ആണോ എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ ഒബ്സർവ് ചെയ്ത നിനക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഹീലിങ്ങിലേക്ക് പോകാം. വളരെ വ്യക്തമാണ്. യെശയ്യാ 53:4 അവൻ നമ്മളുടെ വേദനകളാണ് വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് ചുമന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റാണ്. വേദനകൾ വഹിച്ച ദൈവം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വിട്ടുകൊടുക്കാം. അതിശക്തമായി ദൈവം നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി, അവളുടെ അമ്മ ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്ന് മരിച്ചു. വിവാഹം അടുക്കുന്ന സമയം ഇതിന് ശേഷം ഇവളുടെ അപ്പനും മക്കളും ഇവളുടെ ബ്രദേഴ്സും ഒക്കെ ആയിട്ട് ഇവൾ മുന്നോട്ട് പോയി. എന്നാൽ ഇവളുടെ ലൈഫിൽ ഇവളുടെ വിവാഹം അടുത്ത് വരുന്നൊരു സമയത്ത് ഇവൾക്ക് 1-2 പ്രപ്പോസൽസ് അടുത്ത് വന്ന് മാറിപ്പോയി. ഇതോടുകൂടി ഇവൾ ആകെ ഡൗണായി. ഇവളിങ്ങനെ പറയുവാൻ തുടങ്ങി, എൻ്റെ അമ്മയില്ലാത്തത് കൊണ്ട് ഞാനിത് ഫേസ് ചെയ്യുന്നു. അതിനുശേഷം അവൾ ഇനി വിവാഹം വേണ്ട എന്നും അവൾ എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ബിഹേവിയർ എടുക്കുവാനും തുടങ്ങി. പ്രിയപ്പെട്ട മക്കളെ, കാരണം എവിടെയായിരുന്നു? അവളുടെ അമ്മയുടെ മരണം അവൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തില്ലായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോ റീസണും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ നീ അതിശക്തമായ ഒരു സൗഖ്യത്തിലൂടെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുക, കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ജീവിതത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എവിടെയാണ് വീണത്? എവിടെയാണ് ഇമോഷണലി ബാസ്റ്റ് ആയത്? ഏതൊക്കെ രീതിയിലാണ് ഞാൻ റിയാക്ട് ചെയ്യുക? എൻ്റെ ടെൻഷൻസ്, എൻ്റെ സ്ട്രെസ്സ്, എനിക്കെൻ്റെ മേൽ കൺട്രോൾ ഇല്ലാത്ത വയലൻറ്റ് ബിഹേവിയേഴ്സ്, അൺകൺട്രോളബിൾ ആങ്കേഴ്സ്, നെഗറ്റീവ് തോട്ട്സ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവയെല്ലാം ഒബ്സർവ് ചെയ്ത് ആ റൂട്ടിലേക്ക് ഒന്ന് കണ്ണുവെക്കുക. ഹീബ്രൂസ് 13:8 ഓർത്തു വെക്കുക. ഹെബ്രായർ 13:8
ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവനാണ്. നമ്മുടെ ഇന്നലകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഇന്നലകളിൽ ചെളിയുണ്ടായിട്ടുണ്ടാകാം, ഇന്നലകളിൽ മുറിവ് കാണാം, ഇന്നലകളിൽ വീഴ്ചകൾ കാണാം. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ഈ ഒരു ടൈമിൽ ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച് കൈ രണ്ടും അതിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുക. അടുത്ത പോയിന്റ് സമർപ്പണമാണ്. ജസ്റ്റ് സറണ്ടർ യുവർ സെൽഫ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഈ മകനെ, ഈ മകളെ നിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. വിവാഹ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പഠനത്തിലും ഒക്കെ ബ്രോക്കണായ സ്റ്റേജ്, ലൈഫിലുണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തിന് കാരണമായ വ്യക്തികളോട് ഞാൻ ക്ഷമിക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, ഫർഗീവ്നെസ്. നിങ്ങൾ ക്ഷമിക്കുക. ആരോടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളോട്, ആ ടൈമിനോട് എല്ലാം അങ്ങ് ഫർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. ലെറ്റ് ഇറ്റ് ബി, വിട്ടേരെ. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായി സമർപ്പിക്കുക. അടുത്തത് ഫോർത്ത് പോയിന്റ്, നിങ്ങൾ യേശുവിൻ്റെ രക്തത്താലും മുറിവിനാലും സൗഖ്യം അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ, ഇൻസിഡൻറ്റിൽ എല്ലാം അപ്ലൈ ചെയ്യുക. ദൈവമേ, എൻ്റെ അമ്മയുടെ മരണം നിൻ്റെ കരങ്ങളിലേക്ക്, എൻ്റെ പപ്പയുടെ നഷ്ടം നിൻ്റെ കരങ്ങളിലേക്ക്, എൻ്റെ എക്സാമിന് തോറ്റത് നിൻ്റെ കരങ്ങളിലേക്ക്, എൻ്റെ ഓവർ ഡ്യൂട്ടി, എൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രഷേഴ്സ്, ജോബ് നഷ്ടപ്പെട്ടത്, എനിക്ക് ജോബിൽ കിട്ടുന്ന പ്രഷേഴ്സ്, എനിക്ക് പഠിക്കാൻ പറ്റാത്തത്, എൻ്റെ PhD, എൻ്റെ തീസിസ്, എൻ്റെ പേപ്പേഴ്സ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ മക്കളെ നിൻ്റെ രക്തത്താൽ പരിപാലിക്കണമേ. ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ മേൽ ഒഴുകി ഇറങ്ങട്ടെ. ഏതെങ്കിലും രീതിയിൽ തകർക്കപ്പെട്ട സംഭവങ്ങളെ ഹൈഡ് ചെയ്ത് സൈറ്റൻ അവയ്ക്ക് മറച്ചു വെച്ച് ഒരു ഇമോഷണൽ തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ പിന്നിലുള്ള സകല റൂട്ടുകളും യേശുവിൻ്റെ രക്തത്താൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. കർത്താവേ, ഫിസിക്കൽ സിക്നസ് ഉള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. മെൻ്റലി ഡൗൺ ആയവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. മുറിവേറ്റതും കർത്താവെ വീണതും ഉടഞ്ഞതും ഒക്കെ കർത്താവെ എഴുന്നേൽപ്പിച്ച്, കർത്താവെ മുറിവിനെ വെച്ച് കെട്ടി, കർത്താവെ മാറോട് ചേർത്ത് നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ വലിയ സാന്നിധ്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷെക്കിന ചാനലിന് കൊടുത്ത അനുഗ്രഹത്താൽ, ദൈവമേ ക്രൈസ്റ്റ് കൾച്ചറിന് കൊടുത്ത അഭിഷേകത്താൽ ഞങ്ങൾ ഈ നിമിഷം ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലൊഴുകുന്ന ദൈവസാന്നിധ്യത്താൽ ഈ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ബ്ലോക്കും വിട്ടുപോകട്ടെ. ആത്മാവെ തൊടണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ തൊടണമേ. ദൈവത്തിൻ്റെ രക്തമേ ഈ നിമിഷം സൗഖ്യപ്പെടുത്തണമേ. ഈ നിമിഷം നട്ടലിന് പ്രോബ്ലവും അതുപോലെ എപ്പോഴും ടെൻഷനുമുള്ള ഒരാളെ ദൈവം തൊട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ശരീരത്തിൽ അലർജി ഡെവലപ്പ് ചെയ്ത് സ്കെയിലുകൾ പൊളിഞ്ഞു വരുന്ന എക്സിമ പോലെ ഡെവലപ്പ് ചെയ്ത ഒരു കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജോലി നഷ്ടപ്പെട്ട് പുറത്തോട്ട് പോകണോ ഇവിടെ നിൽക്കണോ എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് തന്നെ പിടിച്ചു നിൽക്കുവാൻ, നിങ്ങൾ ജോലി പോയ രാജ്യത്ത് തന്നെ പുതിയ ഇൻ്റർവ്യൂ ദൈവം തുറക്കുന്നതായി കർത്താവ് കാണിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു നൽകാം. ഓർക്കുക, ദൈവം നിങ്ങളെ തൊട്ടുകഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇമോഷണൽ ബസ്റ്റും ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആകുന്ന കാര്യങ്ങളിലും നേരെ ബൈബിൾ എടുക്കുക, പുഞ്ചിരിക്കുക, ബൈബിൾ എടുത്ത് വായിക്കുക. ദൈവം നിങ്ങളെ തൊട്ടുകഴിഞ്ഞു. ഇന്ന് തൊട്ട് ഈ ഒരു ഡോർവേയുടെ ലോക്കിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോർ അടയ്ക്കുക മാത്രമല്ല, ലോക്കിടുക. ഇതുപോലുള്ള ഏത് ഇൻസിഡൻറ്റ് വന്നാലും ദൈവത്തിൻ്റെ കരങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.